ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂരജിന്റെ വണ്ടിയിൽ നിന്ന് കിട്ടിയ തുളസിമാലയായിട്ട് സുമതിയമ്മായി ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. സൂരജ് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അവര് പറയും ഇത് നിന്റെ കാറിൽ നിന്ന് തന്നെയാ കിട്ടിയത്. ചിന്താമണി ചോദിക്കും സൂരജേട്ടൻ ആരെ വിവാഹം ചെയ്തത്, ആ മീനുവിനെയാണോ? സൂരജ് പറയും ഇത് നല്ല തമാശ, എവിടുന്നോ 2 തുളസിമാല കിട്ടിയെന്ന് വെച്ച് അത് കല്യാണം കഴിഞ്ഞതിനുള്ള തെളിവാണോ? എവിടുന്നെങ്കിലും അല്ല കിട്ടിയത്, നിന്റെ കാറിൽ നിന്ന് തന്നെയാ, അതും കല്യാണം കഴിയാത്ത ഒരു പെണ്ണുമൊത്ത് ടൂറ് പോയി തിരികെ വന്നതിന് ശേഷം. സൂരജ് ചിരിയോടെ നിൽക്കുമ്പോൾ അമ്മമ്മ പറയും നീ ചിരിക്കാതെ മറുപടി എന്താന്ന് വെച്ചാൽ പറ മോനെ. ശരി ഞാൻ പറയാന്നും പറഞ്ഞ് സൂരജ് കഥ പറയാൻ തുടങ്ങും. അവൻ പറയുന്നതിൽ ആ മനീഷും ദീപയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവർ തമ്മിൽ പരസ്പരം ഇട്ട മാലയാണ് ഇതെന്നാ പറയുന്നത്. അതെങ്ങനെയോ ഞങ്ങളുടെ കാറിൽ വന്നതാന്ന് പറയും, അല്ലാതെ സൂരജ് മീനു ഇട്ട കാര്യം പറയില്ല. ഇപ്പൊ എല്ലാവരുടെയും സംശയം മാറിയല്ലോ എന്നും പറഞ്ഞ് സൂരജ് പോകുമ്പോൾ അമ്മമ്മ പറയും ഇത് ഇവിടെ നിർത്തിക്കോണം, ഇനി ഇതിന്റെ പേര് സൂരജിനോട് ഒരു ചോദ്യം പാടില്ല. അമ്മാമ്മ പോകുമ്പോഴത്തേക്കും സുമതി പറയുന്നുണ്ട് അവൻ പറഞ്ഞിട്ട് പോയ കള്ളക്കഥ അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാനൊന്നും എന്നെ കിട്ടില്ല. സത്യം എന്താന്ന് ഞാൻ കണ്ടുപിടിക്കും, അതുവരെ തൊണ്ടി മുതലായിട്ട് ഇതെന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ മീനുവിനോടും ചോദിക്കണം. മീനു ഈ കഥ തന്നെ പറയുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. സൂരജിന് എന്താണേലും അറിയാം അമ്മായും ചിന്താമണിയും കൂടെ മീനുവിനെ കാണാൻ വരുമെന്ന്. അതിന് മുന്നേ തന്നെ സൂരജ് മീനുവിനോട് സംസാരിക്കാൻ വരുന്നുണ്ട്. അവൻ പറഞ്ഞ കഥ ഇതാന്ന് പറയാൻ വേണ്ടി. മീനു അവളുടെ മീനൂസ് കിച്ചണിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യാണ്. ആ സമയം സൂരജ് എന്ന് ആദ്യം കുശലാന്വേഷണം ഒക്കെ നടത്തും. മീനു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സാർ എനിക്ക് എന്തോ പണി തരാൻ വേണ്ടി പോവാ, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സാറിനെതിരെയുള്ള ആയുധം ഞാൻ അങ്ങ് ഇറക്കും, സാറിന്റെ പേടി ഞാൻ എല്ലാവരെയും അറിയിക്കും. ആ സമയം സൂരജ് അവിടെ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. ഇതൊക്കെ മീനു ഇപ്പോൾ ഉണ്ടാക്കിയതാണോ? അതേന്ന് പറയുമ്പോൾ അവൻ പറയും എല്ലാം നല്ല ടേസ്റ്റ്, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണെന്ന് അറിയാം, ഇതൊക്കെ മാർക്കറ്റിൽ ഇറങ്ങിയാൽ അപ്പം തന്നെ വിറ്റുപോകും. മീനു പറയും സാറിന്റെ നാവ് പൊന്നാവട്ടെ. അന്നേരം അവൾ ചിന്തിക്കും ഇത് എന്നെ കൊണ്ട് എന്തോ കാര്യസാധ്യത്തിനുള്ള വരവാ, നന്നായിട്ട് പതപ്പിക്കുന്നുണ്ട്. സാറ് പതിവ് പരിശോധനയ്ക്ക് ഇറങ്ങിയതാണോ? ആണെന്ന് കൂട്ടിക്കോ. പുകഴ്ത്തി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, ചിരിച്ചോണ്ട് കഴുത്തറക്കാനാണ്. സൂരജ് പറയും ഞാൻ എൻ്റെ തൊഴിലിൽ കള്ളം കാണിക്കില്ല എന്ന് മീനുവിന് അറിയാലോ. അത് കേൾക്കുമ്പോൾ മീനുവിന് ദേഷ്യം വരും. അവള് പറയും ദേ സൂരജ് സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഴയതുപോലെ എന്തെങ്കിലും ചെയ്ത് എൻ്റെ ജോലിയിൽ തടസ്സം ഉണ്ടാക്കാനാണ് സാറിൻ്റെ ഭാവമെങ്കിൽ ഞാൻ എല്ലാ കാര്യവും എല്ലാവരോടും വിളിച്ചു പറയും. ഏത് കാര്യം എനിക്ക് മനസ്സിലായില്ല. മീനു പറയും സാർ ഇത്ര വേഗം എല്ലാം മറന്നോ? നമ്മൾ കാട്ടിപ്പോയപ്പോൾ ഉണ്ടായ എല്ലാ കാര്യവും ഞാൻ പറയും. സാറിന് പാമ്പിനെ പേടിയാന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യവും എല്ലാവരും കേൾക്കട്ടെ. സൂരജ് പറയും പതിയെ പറ മീനു. മീനു പറയും കേൾക്കട്ടെ എന്ന് എല്ലാവരും. പെട്ടെന്ന് സൂരജ് മീനുവിൻ്റെ വായ അങ്ങ് പൊത്തിപ്പിടിക്കും. മീനു വിടാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ സൂരജ് പ്ലീസ് മീനു എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിക്കും. ഈ സമയം ചിന്താമണി വന്ന് സൂരജേട്ടാന്ന് ദേഷ്യത്തോടെ വിളിക്കും. പെട്ടെന്ന് തന്നെ സൂരജ് മീനുവിൻ്റെ വാ പൊത്തിയ കൈ എടുക്കും. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയണം. സൂരജേട്ടൻ എന്താ ഇവളോട് കാണിച്ചത്? കുറച്ച് കാലമായിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ നേരിട്ട് കണ്ടപ്പം ബോധ്യായി. എന്നാലും നീ എൻ്റെ സൂരജേട്ടനെ നീ എന്താ ചിന്താമണി ഈ പറയുന്നത്? ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അവൾ ചോദിക്കും ഞാൻ പിന്നെ എന്താ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടത്? അവൻ പറയും ഓ അതോ, അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ചിന്താമണി പറയും നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. മീനു പറയും ചിന്താമണി വെറുതെ നീ തെറ്റിദ്ധരിച്ച് സംസാരിക്കരുത്, നീ മിണ്ടരുത് എൻ്റെ സൂരജേട്ടൻ. സൂരജ് പറയും സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ഞാൻ ഇവിടെ കിച്ചണിൽ പല സാധനങ്ങളും പരിശോധിക്കുമായിരുന്നു. അന്നേരം ആ ഇരിക്കുന്ന അച്ചാറിൻ്റെ മണത്തിൽ എന്തോ ഒരു വ്യത്യാസം, അത് കേടാന്ന് എനിക്ക് തോന്നി. മീനു അത് സമ്മതിച്ചില്ല. മീനുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അച്ചാർ കയ്യിലെടുത്ത് മീനുവിനെ ഒന്ന് മണപ്പിച്ചതാ. അതെന്താ അവൾക്ക് സ്വന്തമായിട്ട് മണപ്പിച്ചാല്? സൂരജ് പറയും ദേ ഇവിടെ നടന്ന എന്താന്ന് ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു. ഇനിയും നിന്ന് ഷോ കാണിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ചിന്താമണി പക്ഷേ ഇതൊന്നും വിശ്വസിക്കാതെ തന്നെ നിൽക്കുകയാണ്. സൂരജ് മീനുവിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയും പഴകിയ എണ്ണ ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കരുതെന്ന് നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതാ. ഇനിയും നീ ഇത് ആവർത്തിച്ചാ എനിക്ക് നിന്റെ നേരെ ആക്ഷൻ എടുക്കേണ്ടി വരും, കേട്ടല്ലോ? പഴയതുപോലെ വീണ്ടും എന്നെക്കൊണ്ട് മീനൂസ് കിച്ചൺ പൂട്ടിക്കാനുള്ള ഇട വരുത്തരുത്. അത് കേട്ട് പേടിയോടെ മീനു പറയും സോറി സാർ, ഇനി ഞാനിത് ആവർത്തിക്കില്ല. സാറ് ഞങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കരുത്. അത് കാണുമ്പോൾ ചിന്താമണിക്ക് വിശ്വാസമാവും. അവള് പറയും ഇപ്പോഴാ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്, ഞാൻ വെറുതെ സൂരജേട്ടനെ തെറ്റിദ്ധരിച്ചു പോയി. നീ പോയി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. അവള് പറയും അതിന് സൂരജേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായില്ലല്ലോ. അവൻ ചോദിക്കും ഞാൻ എപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് നീയാണോ തീരുമാനിക്കുന്നേ? നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. സൂരജ് ദേഷ്യപ്പെടുമ്പോൾ ചിന്താമണി അകത്തേക്ക് പോവും. മീനു സൂരജും കൂടി ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് മീനുവിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ. എന്താ സാറിന് ചോദിക്കുമ്പോൾ അവൻ പറയും നമ്മൾ ആ യാത്ര പോയപ്പം പെട്ടെന്ന് മീനുവിൻ്റെ ഫോൺ റിങ് ചെയ്യും. അവൾ എടുത്തു നോക്കുമ്പോൾ നാരായണനാണ്. അവൾ ഫോണിൽ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ സൂരജ് ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഇടയ്ക്ക് മീനു തിരിഞ്ഞു നോക്കുമ്പോൾ സൂരജ് അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് അവനോട് പറയും സാർ ഇപ്പം അങ്ങോട്ട് ചെല്ലേ, സാറിന് സംസാരിക്കാനുള്ളത് ഞാൻ പിന്നെ കേൾക്കാം, ഞാനിപ്പം കുറച്ച് ബിസിയാണെന്നും പറഞ്ഞ് അവൾ വീണ്ടും ഫോണിലൂടെ സംസാരം തുടരും. സൂരജ് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോകും. അകത്ത് ചെന്നിട്ട് സൂരജ് മീനുവിൻ്റെ ഫോണിൽ പലതവണ വിളിക്കുന്നുണ്ട്. അന്നേരം എല്ലാം എൻഗേജ്ഡ് എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. സൂരജ് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യും. കുറച്ച് സമയം കഴിയുമ്പോൾ മീനു വിളിക്കുന്നുണ്ട് സാർ എന്നെ വിളിച്ചിരുന്നു അല്ലേ? സൂരജ് പറയും വിളിക്കുമ്പോഴെല്ലാം തൻ്റെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. മീനു പറയും ഞാൻ മറ്റൊരാളായി സംസാരിക്കുമായിരുന്നു
തന്നെയായിരുന്നു. കോള് കണ്ടപ്പോഴല്ലേ ഇപ്പൊ സാറിനെ തിരികെ വിളിച്ചത്. ഈ സമയം അമ്മായി പുറത്തേക്ക് വരും. അന്നേരമാണ് മീനു ആരോടെ ഫോണിലൂടെ സംസാരിച്ച് നിൽക്കുന്ന കാണുന്നത്. അവരവിടെ ഒളിഞ്ഞു നിന്നത് കേൾക്കാൻ ശ്രമിക്കും. സാറിന് എന്താ എന്നോട് പറയാനുള്ളത്? സൂരജ് പറയും, അത് പറയാനാണ് ഞാൻ അവിടെ വന്നത്. അന്നേരം ചിന്താമണി വന്ന് ആദ്യം കൊളാക്കി. പിന്നെ മീനുവിന് ഫോൺ വന്നു. ഇവിടെ വന്ന് ഞാൻ വിളിച്ചപ്പോഴോ ഫുൾ ടൈം എൻഗേജ്ഡ്. ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് ശരിയാകുന്നത് മീനു? അവൾ ചോദിക്കും, സാർ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? സൂരജ് പറയും, ഇല്ല. എന്തേ? അവൾ പറയും, അത് നന്നായി. ഇല്ലെങ്കിൽ ആരെങ്കിലും സാറിൻ്റെ സംസാരം കേട്ടാൽ തെറ്റിദ്ധരിക്കും. സാറിൻ്റെ ഭാര്യയോട് സാർ പൊസസീവായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും. അത് കൊള്ളാലോ, നല്ല തമാശ. എനിക്ക് മീനുവിനോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ സാർ? അവൻ പറയും, അന്ന് നമ്മൾ യാത്രയിൽ അമ്പലത്തിൽ വെച്ച് മാലയിട്ടില്ലേ? മീനു ചോദിക്കും, സാർ അതൊന്നും ഇതുവരെ വിട്ട് കളഞ്ഞില്ലേ? അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. മീനു വീണ്ടും അവളുടെ ജോലി തുടരും. സുമതി വന്നിട്ട് ചോദിക്കും, മോള് പച്ചക്കറി അരിയുവാണോ? അതെ. മോളുടെ കല്യാണം ഒന്നും നോക്കുന്നില്ലേ? അവള് പറയും, ആദ്യം നിങ്ങൾ ചിന്താമണിക്ക് ഒരു ഭർത്താവിനെ കണ്ടെത്താൻ നോക്ക്, എന്നിട്ട് മതി എൻ്റെ കാര്യം. സുമതി ചോദിക്കും, അല്ല കുറച്ച് മുമ്പേ മീനു ആരോടെ ഫോണിൽ സംസാരിച്ചപ്പം ഭർത്താവ് എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, അതാരാ? അന്നേരം മീനു മനസ്സിൽ ചിന്തിക്കും, സൂര്യ സാർ എന്ന് പറഞ്ഞാൽ അത് മതി ഇവർക്ക് വേറെ കഥകൾ ഉണ്ടാക്കാൻ, വേറെ തെറ്റിദ്ധാരണയ്ക്കും അത് വഴിയൊരുക്കും. അതുകൊണ്ട് തൽക്കാലം അത് പറയണ്ട. മീനു പറയും, അതെൻ്റെ ഒരു ക്ലയൻറ്റാ. അദ്ദേഹത്തിന്റെ ഭാര്യയെപ്പറ്റി സംസാരിക്കുമായിരുന്നു. സത്യത്തിൽ ആൻറ്റി എന്തിനാ ഇങ്ങോട്ട് വന്നത്? സുമതി പറയും, ഞാൻ മീനുവിനെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. മീനുവിനോട് എനിക്ക് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അവൾ ചോദിക്കും, പാചകത്തിൻ്റെ കാര്യമാണോ? സുമതി പറയും, ഏയ് അല്ല, ഇത് കുറച്ച് പേഴ്സണലാ. ഈ സമയം മീനുവിനെ അമ്മ വിളിക്കുന്നുണ്ട്. സുമതിയോട് പറഞ്ഞിട്ട് മീനു പാർവതിയുടെ അടുത്തേക്ക് ചെല്ലും. ഇവള് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, വരാലിനെ പോലെ വഴുതി പൊക്കൊണ്ടിരിക്കുക. ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ, സുമതി മനസ്സിൽ ചിന്തിക്കും. പിന്നീട് അമ്മാമ്മയും സൂരജും സുമതിയും ചിന്താമണിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. സുമതിക്ക് വീണ്ടും ആ മാലയുടെ കാര്യത്തിൽ ഒരുപാട് സംശയമുണ്ട്. അമ്മാമ്മ പറയും, ആ തുളസിമാലയുടെ കാര്യത്തിൽ ഇനി എന്താ സംസാരിക്കാനുള്ളത്? കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ സൂരജ് പറഞ്ഞല്ലോ, അതെല്ലാം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. സുമതി പറയും, അങ്ങനെ പറ്റില്ലമ്മേ, എനിക്കിപ്പോഴും പല സംശയങ്ങളും ഉണ്ട്. ഈ കാര്യത്തിൽ സൂരജിന്റെ പക്ഷം മാത്രം കേട്ടാൽ പോരാ, മീനുവിനും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. സൂരജ് പറയും, ഇത് കുറെ കഷ്ടമാണ് കേട്ടോ, ഇതുപോലെ ആളുകളെല്ലാം വിളിച്ചു വരുത്തി വിചാരണ ചെയ്യാൻ ഇതെന്താ കോടതിയോ? അമ്മാമ്മ പറയും, സൂരജ് മോൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളുടെ കുടുംബത്തിലെ കാര്യമൊക്കെ എന്തിനാ അയൽക്കാരെ അറിയിക്കുന്നത്? സുമതി പറയും, ഓഹോ, ഇപ്പൊ അവൾ അയൽക്കാരിയായോ? നേരത്തെ അങ്ങനെയൊന്നും അല്ലല്ലോ അമ്മ പറയുന്നത്. അവള് കുടുംബത്തിലെ കുട്ടിയാന്നല്ലേ? ഇപ്പൊ എന്താ അമ്മേ വേറെ ന്യായം? ചിന്താമണി പറയും, അമ്മ പറഞ്ഞതല്ല സത്യവാ, അല്ലെങ്കിൽ അമ്മാമ്മ അവളെ സ്വന്തം മോളായിട്ടാണല്ലോ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത്? സുമതി പറയും, അമ്മ ഇപ്പം തന്നെ മീനുവിനെ വിളിച്ച് ചോദിക്കും മാലയുടെ കാര്യവും. മീനു സൂരജും പറയുന്ന കാര്യം ഒന്നാണെങ്കിൽ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. സൂരജ് മനസ്സിൽ ചിന്തിക്കും, ദൈവമേ, മീനുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ സത്യം പറയും, പിന്നെ അമ്മാമ്മ പോലും എൻ്റെ കൂടെ നിൽക്കില്ല. അവൻ പറയും, തുളസിമാലയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അതിന് ഇനി മീനുവിനെ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല. അതെന്താ ചോദിച്ചാൽ? ചിന്താമണി ചോദിക്കുമ്പോൾ സൂരജ് പറയും, മീനുവിനോട് അങ്ങനെ ചോദിച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ വരുന്നത്, എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ കള്ളനാക്കുന്നത്? സുമതി പറയും, നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ മനസ്സിൽ വീണ്ടും സംശയങ്ങളുണ്ടായി, മീനുവിൻ്റെ ഭാഗം എനിക്ക് കേട്ടേ പറ്റൂ. അമ്മാമ്മ പറയും, നിങ്ങൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട, സൂരജിൻ്റെ സത്യസന്ധത തെളിയിക്കാനും സുമതിയുടെ സംശയം മാറ്റാനും ഒരു വഴിയുള്ളൂ, മീനു വന്ന് അവളുടെ ഭാഗം പറയട്ടെ. സൂരജ് അതിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മാമ്മ അത് തടയും. ചിന്താമണിക്കും അമ്മയ്ക്കും സന്തോഷമാകും. പിന്നീട് അമ്മാമ്മ വിളിച്ചനുസരിച്ച് മീനു അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അമ്മാമ്മ പറയും, ഇവർക്ക് നിന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്താന്ന് മീനു സുമതിയോട് ചോദിക്കുമ്പോൾ സുമതി പറയും, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അത് തീർക്കാനാ മീനുവിനോട് വരാൻ പറഞ്ഞത്. എന്താ നിങ്ങളുടെ സംശയം? ആരെക്കുറിച്ചാ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ചിന്താമണി പറയും, മീനു വേറൊന്നും വിചാരിക്കരുത്, ഒരാളെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. ചിന്താമണി അകത്തേക്ക് പോകുമ്പോൾ സുമതി പറയും, മീനു സൂരജും കൂടെ യാത്ര കഴിഞ്ഞ് വന്നപ്പം സൂരജിന്റെ കാറിൽ നിന്നൊരു സാധനം കിട്ടി, അതിനെപ്പറ്റി ചോദിക്കാനാ മീനുവിനെ വിളിച്ചു വരുത്തിയത്. ചിന്താമണി മാലയായിട്ട് വരും. അതിനെന്തിനാ ഈ മാലയെന്ന് സൂരജ് ചോദിക്കുമ്പോൾ ചിന്താമണി പറയും, അല്ല, ദൃസാക്ഷി വരുമ്പോഴത്തേക്കും തൊണ്ടി മുതലും ഇവിടെ എത്തണമല്ലോ, സത്യം പറയണം, എന്താ ഈ മാലയുടെ കഥ? സുമതി ചോദിക്കുമ്പോൾ മീനു സൂരജിനെ നോക്കും. അവർ ചോദിക്കും, ഇത് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്തിനാ സൂരജിനെ നോക്കുന്നത്? അത്രയും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.